മനുഷ്യനും ഒന്നായ നിമിഷം പാപിയം ഞാൻ സുഖമാറി ദൈവവും മനുഷ്യനും ഒന്നായ നിമിഷം പാപിയം ഞാൻ സുഖമാറി പിതാവിനോടുകൂടെ പുത്രനോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ പിതാവിനോടുകൂടെ പുത്രനോടുകൂടെ സ്വർഗരാജ്യം എന്നിൽ തന്നെ ആത്മാവേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ദൈവാത്മാവിൽ നിറഞ്ഞപ്പോൾ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ ദൈവാത്മാവിൽ നിറഞ്ഞപ്പോൾ ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ
ഇരിക്കാം. നമ്മുടെ ഈ ധ്യാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, ഇതൊരു വർക്ക്ഷോപ്പാണ്. നമ്മളെല്ലാവരിലും നിരവധി വരദാനങ്ങളുണ്ട്. വരദാനങ്ങളുണ്ടെന്ന് നമുക്ക് തന്നെ അറിയണം. അതുകൊണ്ടാണ് പൗലോസ്ലീഹയുടെ വരദാനങ്ങളെ കുറിച്ചുള്ള അധ്യായം 1 കൊരിന്ത്യർ 12 അധ്യായം ആരംഭിക്കുന്നത് തന്നെ ആത്മീയ ദാനങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവുള്ളവരായിരിക്കും. ഇപ്പൊ ഞാൻ വിശദമായിട്ട് അതിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ നമ്മളിൽ തന്നെ ഇങ്ങനെ വരദാനങ്ങൾ ഉണ്ടെന്നുള്ള അറിവ് നമുക്കില്ല. ഇപ്പൊ ഞാൻ നല്ല ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്നു ജീവിച്ചു. ഒരു 35 അല്ലെങ്കിൽ 38-40 വർഷമായപ്പോഴാണ് എനിക്കിത് മനസ്സിലാവുന്നത്, എൻ്റെ ഉള്ളിൽ ഇത്രയും വരദാനങ്ങളുണ്ടെന്നും എനിക്ക് തന്നെ ദൈവം സുവിശേഷം പ്രഘോഷിക്കാനുള്ള അഭിഷേകം നൽകിയിട്ടുണ്ടെന്നും യേശുവിൽ തന്നെയുള്ള ത്രിവിധ അഭിഷേകം. എന്താണ് ത്രിവിധ അഭിഷേകം? രാജകീയ അഭിഷേകം, പ്രവാചക അഭിഷേകം, പൗരോഹിത്യ അഭിഷേകം, ഇതെല്ലാം നമ്മളിൽ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായത് ശരിക്കും ഒരു 40 വയസ്സായപ്പോൾ. എന്തോ ഒരു വലിയ അജ്ഞതയായിരുന്നു അത്. മനസ്സിലാവും. എന്നാൽ ഇത് മനസ്സിലായത് ഒരു അനുഭവത്തിലൂടെയാണ്. പരിശുദ്ധാത്മാവ് തന്നെ എന്നിൽ ഇതിനെ ജ്വലിപ്പിച്ചുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പള്ളിയിലോ ധ്യാനത്തിലോ ഒന്നുമല്ല, പരിശുദ്ധാത്മാവ് എന്നിലങ്ങ് ശക്തമായി പ്രവർത്തിക്കാൻ തുടങ്ങി. വിശദാംശത്തിലേക്ക് പോകുന്നില്ല. വരദാനങ്ങൾ എന്നിൽ, ഭാഷാവരം, പ്രവചനവരം, അത്ഭുത സുവിശേഷ പ്രഘോഷരേഖ എനിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ എനിക്കൊരു മതിപ്പ്, ഒരു ഡിഗ്നിറ്റി. ഞാൻ ആരാ? ഞാൻ വെറും ഒരു ക്രിസ്ത്യാനിയല്ല. ഇവിടെ കാറ്റക്കിസത്തിൽ 795 പറയാണ്, നിങ്ങൾ വെറും ഒരു ക്രിസ്ത്യാനിയല്ല, ഞങ്ങൾ ക്രിസ്തുമാരാണ്. ക്രിസ്തുമാർ ഒന്നൊക്കെ വായിച്ചോളെ. 795 ആണോ 94? അപ്പോ വിശുദ്ധ അഗസ്തീനോസിന്റെ ഒക്കെ ഭാഷയാണ്. നിങ്ങൾ വെറും ക്രിസ്ത്യാനിയല്ല, ക്രിസ്തുമാരാണ്. അപ്പോ ഇതൊക്കെയാണെങ്കിലും നമ്മുടെ അടുത്ത് ആരെങ്കിലും സാറേ ബ്രദറെ ഒന്ന് പ്രാർത്ഥിക്കാമോ? ഞാൻ ഭാവിയാണ്, ബലഹീനയാണ്, ഞാൻ പ്രാർത്ഥിക്കാമൊന്നും നടക്കൂല. എന്നാൽ ആദ്യം നമ്മുടെ വായന വരും. വലിയ അച്ഛന്മാരുടെ അടുത്തോ ധ്യാനകേന്ദ്രത്തിലോ ഇന്ന അച്ഛൻ്റെ അടുത്തോ ഇന്ന കന്യാസിൻ്റെ അടുത്ത് ഇന്ന സ്ഥലത്തൊക്കെ പോകും. ഇതുകൊണ്ടാണ് സഭ വളരാത്തത്. അപ്പൊ എന്നെ കർത്താവ് ഇങ്ങനെ ഒരു ദൗത്യത്തിലേക്ക് കൊണ്ടുവന്നു. വരദാനങ്ങൾ, എന്നിലുള്ള വരദാനങ്ങൾ മാത്രമല്ല, എല്ലാവരിലും ഈ വരദാനങ്ങളുണ്ട്. അത് വെളിപ്പെടുത്തി കൊടുക്കാൻ അവരെ സഹായിക്കുക, അതാണ് എൻ്റെ ഒരു പ്രധാന ശുശ്രൂഷ. അത് അന്ന് മുതലുള്ളത്. ഇപ്പൊ നിങ്ങൾക്ക് നീന്താൻ പഠിക്കണോ? നീന്താൻ പഠിക്കണമെങ്കിൽ ഇവിടെ ഇരുന്നാൽ പഠിക്കോ? നീന്താൻ പഠിക്കണമെങ്കിൽ എന്ത് വേണം? വെള്ളത്തിലേക്ക് എടുത്ത് ചാടണം. പരിശുദ്ധാത്മാവിന്റെ വരദാനങ്ങൾ നമ്മളിൽ പ്രവർത്തനമാകണമെങ്കിൽ വെള്ളത്തിലേക്ക് ചാടണം. ഏത് വെള്ളത്തിലേക്ക്? ജീവജലത്തിലേക്ക് എടുത്ത് ചാടണം. അപ്പൊ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരുപാട് ക്ലാസ്സുകളില്ല. നിങ്ങൾ എല്ലാവരിലും പരിശുദ്ധാത്മാവ് തൻ്റെ അത്ഭുതകരമായ കാര്യങ്ങൾ വെളിപ്പെടുത്തി തരും. ഈ 2-3 ആഴ്ച മുമ്പ് ഞാൻ എവിടെയായിരുന്നത്? ലിത്വേനിയയിലായിരുന്നു. അപ്പോൾ ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഗ്രൂപ്പ് പ്രയർ തുടങ്ങാൻ പോവുകയാണ്.
അപ്പോൾ ഒരു സഹോദരി ഓടി വന്നിട്ട് എനിക്ക് ഇതൊന്ന് പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. നമ്മൾ ആര് ചോദിച്ചാലും ഞാൻ പ്രാർത്ഥിക്കും. പണ്ടൊക്കെ ഇല്ല ഇപ്പൊന്നും പ്രാർത്ഥിക്കൊന്നുമില്ല, എല്ലാം കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം, പോ അവിടെ ഇരിക്കുന്നൊക്കെ പറയും. അങ്ങനെയൊന്നും ഇപ്പോൾ പറയാൻ തോന്നുന്നില്ല. കാരണം എന്താ? ദൈവം സ്നേഹമാണ്. ഇതൊക്കെ ഓരോ നമ്പറാണ്. ആദ്യ കാലത്തിൽ ഒരു കൊച്ചു വന്ന് സാക്ഷ്യപ്പെടുത്തിയതാണ്. ഞാൻ കൊച്ചല്ല, ഒരാള് ഞാൻ 25 വർഷമായി കുമ്പസാരിച്ചിട്ട്, ആദ്യ കുമ്പസാരം കഴിച്ചിട്ട് പിന്നെ കുമ്പസാരിച്ചിട്ടില്ല. കാരണം ആദ്യ കുമ്പസാരം കഴിഞ്ഞ സമയത്ത്, ആദ്യ കുമ്പസാരം കഴിഞ്ഞു വന്ന് ഞങ്ങൾ തമ്മിൽ വർത്താനം പറഞ്ഞായിരുന്നു. ഞാൻ എൻ്റെ സുഹൃത്തിനോട് ഒരു തെറി പറഞ്ഞു. എനിക്കതിനോട് എന്താ പറയുന്നത്, എന്നെ ഒരുക്കിയ സിസ്റ്റർ എൻ്റെ അടുത്ത് വന്ന് ചെവിക്ക് വെച്ചിട്ടാണ് ആദ്യ കുർബാനയിക്കോട്ടെ ഇതേമാതിരി പറയുന്നത് ദൈവം സ്നേഹമാണെന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് അങ്ങനെ എറിഞ്ഞല്ല. വീണ്ടും സംസാരിക്കണം. അതോടെ ഞാൻ കുമ്പസാരം നിർത്തി. ശ്രീകനോട് ഞാനിതൊക്കെ പറയണത് എവിടെയെങ്കിലും മുട്ടുണ്ടാവും, എനിക്കറിയില്ല. അപ്പൊ നമ്മളിപ്പോ ആരെൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നാലും പൗലോസ്ലീഹ പറഞ്ഞ ഒരു കാര്യം ഓർക്കുകയാണ്. ഈ 12-ാം അധ്യായം കഴിഞ്ഞിട്ട് 13-ാം അധ്യായത്തിൽ പറയാണ്, നിങ്ങൾക്ക് ഈ വരങ്ങളൊക്കെ ഉണ്ടാകാം. നമ്മളെ കുറിച്ചാണ് പറയണത്. ഭാഷാവരം ഉണ്ടാകാം, മാലാഖമാരുടെ ഭാഷയിൽ നിങ്ങൾ സംസാരിക്കാം. എന്നാൽ സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചേങ്ങിലയോ ചിലമ്പുന്ന കൈത്താളമോ. ഇത് തൻ്റെ കാര്യമായിട്ടാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ കാര്യമാണ്. എനിക്ക് പ്രവചനപരമുണ്ടായാൽ, അതാണ് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്. സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും ചെയ്താലും, സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും, അതെല്ലാവരും പറഞ്ഞ് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. പറഞ്ഞേ സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഇത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ഒരു നയം. അതുകൊണ്ട് ആരോട് നമ്മൾ ആ സ്നേഹം പ്രകടിപ്പിച്ച്, ആ സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കുകയല്ല, സ്നേഹം നമ്മളിൽ ഉണ്ടാകും. ഓക്കെ, അത് നമ്മൾ വേറെ ചാപ്റ്ററാണ്, അത് നമ്മളവിടെ വരട്ടെ. ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മൾ ആരും പൂർണ്ണരല്ല. അപ്പൊ അവിടെ പൗലോസ്ലീഹ ഇതിന്റെ അവസാനം പറയുന്നൊരു വാക്കുണ്ട്. ഇത് നമ്മളെ ആശ്വസിപ്പിക്കും. 13:10 എന്താണ്? 13:10 പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കുന്നു. പൂർണ്ണമായവ ഉദിച്ചാലേ അപൂർണമായവ അസ്തമിക്കും. ഈ അപൂർണമായതിനോട് പോടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പൂർണ്ണമായവ ഉദിക്കുമ്പോൾ അപൂർണമായവ അസ്തമിക്കും. എന്താണ് പൂർണ്ണമായത്? സ്നേഹം. ഓക്കെ, അപ്പൊ ഈ ലുത്വേനിയിൽ നടന്ന സംഭവം ഇതാണ്. ഈ സഹോദരി എൻ്റെ അടുത്ത് ഓടി വന്ന് തിരക്കിന്റെ ഇടയിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് ചോദിച്ചു. ഈ പ്രിൻസിപ്പിൾ നമ്മുടെ അടുത്ത് ഉള്ളത് കൊണ്ട് എല്ലാവരെയും സ്നേഹിക്കുക, ആര് പ്രാർത്ഥിക്കാൻ പറഞ്ഞാലും പ്രാർത്ഥിക്കുക. കാരണം നമ്മളിൽ വന്നിരിക്കുന്ന ഒരു വരമാണ് പ്രാർത്ഥിക്കാൻ. നമ്മുടെ ആരുടെ കഴിവല്ല. പ്രാർത്ഥന തന്നെ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു വലിയ വരമാണ്. അത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ പ്രവർത്തിക്കണം, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണം. അപ്പൊ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ പെട്ടെന്നൊരു പ്രവചനം വരികയാണ്. നിന്നെ ഞാനൊരു പ്രവാചകയാക്കിയിരിക്കുന്നു, നിന്നിൽ എന്റെ പ്രവചന പരമുണ്ട്, നിനക്ക് രോഗശാന്തി പരമുണ്ട്, നീ ഇന്ന് തന്നെ പ്രവചിക്കും. ഒരു പിടിയിൽ ഞാൻ പ്രവാചകയാണെന്ന് പ്രവചിച്ചു. എനിക്ക് വന്ന് അറിഞ്ഞൂടാതെ ഇത് പ്രവചനം വന്നു. ഇനി കർത്താവ് നടത്തും, ടെൻഷൻ അടിക്കണ്ട, കർത്താവ് ഇതൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. അപ്പൊ അവര് വലിയ തിയോളജിയൊക്കെ പഠിച്ചിട്ടുള്ള ആളും കൂടിയാണ് കേട്ടോ. എന്തിനു പറയണോ, അന്ന് ഈ ഗ്രൂപ്പ് പ്രയറിന്റെ നേരത്ത്, അതിനുശേഷം അഭിഷേക പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇവര് എനിക്ക് ഒരു കാര്യം പറയാൻ തോന്നണു, എനിക്ക് അറിഞ്ഞൂടാ പറയണമെന്ന്, പക്ഷെ പറയണം എന്നും പറഞ്ഞ് മയക്കെടുക്കുന്ന പറയാൻ തുടങ്ങിയിട്ട് അതിന് നിർത്താൻ പറ്റണില്ല. അത് വലിയൊരു പ്രവചനമാണ്. എല്ലാവരും അത്ഭുതകരമായി അഭിഷേകത്തിലേക്ക് വന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആളുകളിലാണ് കർത്താവ് ഇതൊക്കെ പ്രവർത്തിക്കുന്നത്. വേറെ എനിക്കറിയാം, ഒരാളും
വിചാരിക്കുന്നില്ല ആ വ്യക്തിയിലൂടെ പരിശുദ്ധാത്മാവ് ഇതുപോലെ പ്രവചിക്കുന്നു. അപ്പൊ ഇതെല്ലാം നമ്മളെ മനസ്സിലാക്കി തരുന്നത് നമ്മളിൽ തന്നെയുള്ള നിരവധി വരങ്ങൾ, നമ്മളിൽ ചില വരങ്ങൾ നമുക്ക് ഇഷ്ടമാണ്, അതൊക്കെ ഉപയോഗിച്ച് പോകുന്നു. പക്ഷെ ദൈവം തന്നിരിക്കുന്ന മറ്റ് പല വരങ്ങളും നമ്മൾക്കറിയില്ല, അത് ഉപയോഗിക്കാനും അറിയില്ല, അതുണ്ടെന്ന് തന്നെ അറിയില്ല. അപ്പൊ അതെങ്ങനെ അറിയണം? അതിനാണ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടണം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ട് വചനം കൂടി, രണ്ട് വാചനം കൂടി പറഞ്ഞിട്ട് നമുക്ക് നീങ്ങാം. അപ്പൊ ഇതാണ് പൗലോസ്ലീഹ വരദാനങ്ങളെ കുറിച്ച് പറഞ്ഞേക്കുന്നതിൽ ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവുള്ളവരാകണം. അപ്പൊ അറിവുള്ളവരാകണം എന്ന് പറയുന്നതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, എന്ത് വരങ്ങളാണ് നമ്മളിൽ ഉള്ളതെന്നുള്ള അറിവ്. രണ്ട്, അതെങ്ങനെ ബുദ്ധിപൂർവം പക്വതയിൽ ഉപയോഗിക്കണമെന്നുള്ളതിന്റെ അറിവ്. അതിൽ തെറ്റുകൾ പറ്റാം, പൂർണ്ണമായ ഉദിക്കുമ്പോൾ. ഇപ്പൊ നമ്മൾ ഈ ഗ്രൂപ്പ് പ്രേയറിൽ പല തെറ്റുകൾ ഉണ്ടാകാം. അതുകൊണ്ട് ആ കിട്ടുന്ന സന്ദേശങ്ങളെല്ലാം പൂർണ്ണമാണെന്ന് വിചാരിക്കണ്ട. ഒരിക്കലും ഒരു സഹോദരി, ഉദാഹരണങ്ങളെല്ലാം പഴയ ഉദാഹരണങ്ങൾ തന്നെ ആയിരിക്കും, കാരണം അതൊക്കെയാണ് നമ്മളെ സ്പർശിച്ചിട്ടുള്ള കാര്യം. ഒരു ചേച്ചി മറ്റൊരു ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ നന്നായി ധ്യാനമൊക്കെ കൂട്ടണത് അതെന്താ, അല്ല എന്തായാലും നമ്മൾ ഒരിക്കലായിരിക്കും. അതെന്താ ഞാൻ പറഞ്ഞില്ല, അത് ഞാൻ കാണുന്നത് നിന്നെ ഒരു ശവപ്പെട്ടിയിൽ കാണാൻ. ശവപ്പെട്ടിയിൽ എനിക്ക് 3 കൊച്ചുപിള്ളേരാണുള്ളത്. അവർ തമ്മിൽ ഭയങ്കര ബലമായി, അല്ലെങ്കിൽ കരച്ചിട്ട് ബഹളമായി. അപ്പൊ ഞാൻ ചെന്ന് എന്താണ്, അല്ല ഞാൻ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഇവര് ശവപ്പെട്ടിയിൽ കാണുന്നു. ഞാൻ പിന്നെ അതങ്ങ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അതിന് വ്യാഖ്യാനം വേണം. അതങ്ങനെ ചുമ്മാ പറയല്ല വേണ്ടത്, അതിന് വ്യാഖ്യാനം വേണം. എന്താണ് അതിന്റെ ആത്മീയ അർത്ഥം? മനസ്സിലായില്ല? അതിനിപ്പോ എന്താ വ്യാഖ്യാനിക്കാൻ? ശവപ്പെട്ടിയിൽ കിടക്കണം, നേരെ കിടക്കണം. എനിക്ക് ശരിക്കും മനസ്സിലായി. നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് ശരിക്കും മനസ്സിലായി. അതല്ല വരദാനങ്ങൾ. ഈ ദർശനങ്ങളെല്ലാം ദൈവിക ജ്ഞാനം അനുസരിച്ച് വ്യാഖ്യാനിക്കണം. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾക്ക് ഒരുപാട് ദർശനങ്ങൾ കിട്ടും. ആരും ആ ദർശനങ്ങളെ 100% കിട്ടി അത് എന്നെ കുറിച്ച് പറയണമെന്ന് പറഞ്ഞ ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലേക്ക് പോകരുത്. ഇത് നമ്മുടെ ട്രെയിനിങ് സ്കൂളാണ്. നമ്മളിപ്പോ 1ാം ക്ലാസ്സിൽ പഠിക്കണമെന്ന് വിചാരിച്ചാൽ മതി. എന്നാൽ ഇത് 1ാം ക്ലാസ്സിൽ പഠിച്ചാലല്ലേ 2ാം ക്ലാസ്സിൽ കയറാൻ പറ്റുള്ളൂ. 2ാം ക്ലാസ് കഴിഞ്ഞാലല്ലേ 3ാം ക്ലാസ്സിൽ കയറാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു പ്രൊസീജിയർ നമുക്ക് വേണം. എന്നാൽ നമ്മൾ ബുദ്ധിപൂർവ്വം ജ്ഞാനപൂർവ്വം മനസ്സിലാക്കണം, ദർശനങ്ങളെ വ്യാഖ്യാനിക്കണം. അപ്പോ ഞാൻ പറഞ്ഞു, വിഷമിക്കണ്ട, ഞാനത് വ്യാഖ്യാനിക്കാം, നമുക്കതിന്റെ വ്യാഖ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാ ബ്രദർ പ്രാർത്ഥിക്കും. അപ്പൊ വ്യാഖ്യാനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ പരിശുദ്ധാത്മാ പറയാണ്, നിന്റെ പഴയ മനുഷ്യനെ ഞാൻ ദൂരെ മാറ്റിയിരിക്കുന്നു, നീ ഇപ്പൊ പുതിയതാണ്. അപ്പൊ എന്താണ് ഈ ചാപ്പട്ടി കിടക്കുന്നത്? പഴയ മനുഷ്യനാണ്. സമാധാനമായി. ഇപ്പൊ നിങ്ങൾക്ക് സമാധാനം തോന്നില്ല അത് കേട്ടപ്പോ ഒരു സമാധാനം തോന്നില്ല. അതാണ് പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾക്ക് എല്ലാവർക്കും ദർശനങ്ങൾ കിട്ടാം, പ്രവചനങ്ങൾ കിട്ടാം. എന്നാൽ അതിനെല്ലാം വിവേചിക്കേണ്ടതുണ്ട്, വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. ആർക്കെങ്കിലും ആ വ്യാഖ്യാനത്തിന്റെ വരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വ്യാഖ്യാനം കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട. ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ രാത്രി ഒന്നും കൂടെ ആയിരിക്കും കിട്ടുന്നത്, അല്ലെങ്കിൽ നാളെ ആയിരിക്കും കിട്ടുന്നത്. പെട്ടെന്ന് ഓർക്കത്തിൽ ഇത് ഏറ്റു വെച്ചാൽ വെള്ളം ഉണ്ടാക്കരുത്. അതൊക്കെ എനിക്ക് സംഭവിക്കാറുള്ളതെന്ന് പറയണേ. പക്ഷെ ഇവിടെ നിങ്ങൾ ഡോർമെറ്ററിലാണെങ്കിൽ അവിടെ കൺട്രോൾ ചെയ്യണം, കുറിച്ച് വെക്കണം. ഇങ്ങനെ എനിക്ക് വ്യാഖ്യാനം കിട്ടി, നാളെ എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ പൗലോസ്ലീഹ പറയുന്ന മറ്റൊരു കാര്യം 1:12 പറയുകയാണ്, ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുത്തുന്നത് പൊതു നന്മയ്ക്കാണ്. ഓരോരുത്തരിലും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഓരോരുത്തരിലും ഈ വരങ്ങളുണ്ട്. ഓരോരുത്തരും. ഇപ്പോഴും നിങ്ങൾ ചിന്തിക്കരുത്, ഇതൊന്നും എനിക്കൊന്നുമില്ല, ഈ തോമസ് മോൾ ഇങ്ങനെയൊക്കെ പറയും, പിന്നെ എനിക്കാ
ഇങ്ങനെയായിരിക്കും നമ്മളിപ്പോൾ ചിന്തിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് വളരെ ശക്തമായ ഒരു പ്രബോധനമാണ്. 3 പ്രാവശ്യം ഇവിടെ ഇത് പറയുന്നുണ്ട്. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുത്തുന്നത് ഓരോരുത്തരിലും. അതുപോലെ തന്നെ ഒരേ ആത്മാവ് തന്നെ. ഓക്കെ, അത് വിശദമായിട്ട് അതിന്റെ അവസാനം പറയുകയാണ്, 11 പറയാണ്, തന്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേകമായ ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിന്റെ തന്നെ പ്രവൃത്തിയാണ്. ഓക്കെ, ഇനി നമ്മൾ ഈശോ തന്നെ സുവിശേഷത്തിന്റെ ആരംഭത്തിൽ ഈ അപ്പസ്തോലന്മാരെ വിളിച്ചിട്ട് എന്താ ചെയ്തേ? അപ്പസ്തോലന്മാരെ വിളിച്ചിട്ട് അവരെ ആദ്യം തന്നെ സെമിനാരിയിലേക്ക് അയച്ചോ? ലൂക്ക 9-ാം അധ്യായം. ലൂക്ക 9-ാം അധ്യായത്തിൽ പറയുകയാണ്, ലൂക്ക 9-ാം അധ്യായം, അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. ആദ്യം തന്നെ എന്താ? ഒന്നെല്ലാവരും ഉച്ചത്തിൽ വായിച്ചേ. 12 പേരെയും വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങളെ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവർ അവരെ അയച്ചു. ആദ്യം അവരെ വിളിച്ചു, അവർക്ക് കൊടുത്തു, അവരെ അയച്ചു. 3 കാര്യം. എന്തൊക്കെയാണത്? വിളിച്ചു, കൊടുത്തു, ഇത് വളരെ നല്ലൊരു കർത്താവിന്റെ പദ്ധതിയാണ് നമ്മൾ ഓരോരുത്തരെയും കുറിച്ച്. പിന്നത്തെ സുവിശേഷം ലൂക്ക 10-ാം അധ്യായത്തിലെല്ലാം അവൻ വിളിച്ചു, 72 പേരെ വിളിച്ചു, അവരെ അയച്ചു, അവരോട് പറഞ്ഞു, നിങ്ങൾ സുവിശേഷം പ്രഘോഷിക്കുക. അതായത് സുവിശേഷം പ്രഘോഷിക്കാനുള്ള വരം കൊടുക്കുക. ആ വരം കിട്ടിയാലേ നമുക്ക് പ്രഘോഷിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ രോഗികളെ സുഖപ്പെടുത്തുകയും വേണം. അതിന്റെ വരം കൊടുത്തു. അപ്പോ ഈശോയുടെ സുവിശേഷം, ഈ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ തന്നെ രോഗികൾ സൗഖ്യപ്പെടും. സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ തന്നെ ദർശനങ്ങൾ കാണും. സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ തന്നെ അത്ഭുതകരമായ ജ്ഞാനവും രൂപാന്തരീകരണവും നടക്കും. അത് അഭിഷേകത്തോടെ പ്രഘോഷിക്കണം. ആ അഭിഷേകത്തോടെ പ്രഘോഷിക്കുമ്പോൾ അത് നടക്കും, വലിയ കാര്യങ്ങൾ നടക്കും. അപ്പോ സുവിശേഷം കാണപ്പെടാൻ പഠിച്ച് പ്രഘോഷിക്കാം, നോട്ട് എഴുതി പ്രഘോഷിക്കാം. എന്നാൽ അഭിഷേകത്തോടെ പ്രഘോഷിക്കുന്നത് വേറെ. അത് പ്രഘോഷിക്കുമ്പോൾ ഈ വരങ്ങളെല്ലാം അവിടെ. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നിങ്ങളെല്ലാവരും പല ധ്യാനങ്ങൾ കൂടി പരിശുദ്ധാത്മാവിലുള്ള വീണ്ടും ജനനം കഴിഞ്ഞിരിക്കുന്നവരാണ്, അല്ലേ? വീണ്ടും ജനനം, അല്ലേ? വീണ്ടും ജനനം അല്ലെങ്കിൽ ലൈഫ് ഇൻ ദ സ്പിരിറ്റ് കഴിഞ്ഞു. നമ്മളെല്ലാവരിലുമുള്ള പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിച്ചിരിക്കുന്നവരാണ്. എന്നാൽ പൗലോസ് തിമോഥെയോസിനെ എഴുതി 2 തിമോത്തി 1:6 നിന്റെ മേൽ നിക്ഷേപിച്ചിരിക്കുന്ന വരങ്ങളെ വീണ്ടും ജ്വലിപ്പിക്കണം. 2 തിമോത്തി 1:6 എന്റെ ദൈവത്തിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ അനുസ്മരിപ്പിക്കുന്നു. അപ്പോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഗ്രൂപ്പായിട്ട് നീങ്ങുമ്പോൾ നമ്മൾ ഗ്രൂപ്പ് ആയിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പോകും. ഈ ഗ്രൂപ്പായിട്ടിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ 2-3 കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, ഓക്കെ, രണ്ട് വചനം പ്രധാനമായിട്ട് ഓർക്കണം. ഒന്ന് ഈശോ പറഞ്ഞു, 2-3 പേർ
എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് ഞാൻ നിങ്ങളുടെ മധ്യ ഉണ്ടാകും. അത് വളരെ ശക്തമായ ഒരു സാന്നിധ്യമാണ്. അത് ആ സാന്നിധ്യത്തെ നിങ്ങൾ അനുഭവിക്കണം. അതായത് ഇപ്പൊ നിങ്ങൾ 5 പേരുണ്ടെന്ന് അയച്ചോ അല്ലെങ്കിൽ 6 പേരുണ്ടെന്ന് അയച്ചോ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നേരത്ത് നിങ്ങളല്ല വേറെ ആരോ കൂടി ഈ ഗ്രൂപ്പിൽ എന്തോ കാര്യങ്ങൾ ചെയ്യണമാതിരി നിങ്ങൾക്കെന്ന അനുഭവമാണ്. അത് 3 പേരൊക്കെ ഉള്ളിടത്ത് വളരെ എളുപ്പം മനസ്സിലാകും. ഇതാരാണത് അങ്ങനെ ചെയ്യണേ? വേറൊരാള് നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. സത്യമായിട്ടും അത് നിങ്ങൾ വിശ്വസിക്കണം. വേറൊരാള് നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. അതാരാണ്? ഈശോ മിശിഹായാണ്. അപ്പൊ അങ്ങനെ വചനത്തിൽ വിശ്വസിക്കണം. വചനത്തിൽ അതുപോലെ വിശ്വസിക്കണം. എന്താ ഈശോ പറഞ്ഞേക്കണേ? 2 or 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഇനി അടുത്ത വചനം പറയുന്നത് 2 പേർ ഒരുമയോടെ. അപ്പൊ ഇപ്പൊ നമ്മൾ 3-4 പേര് ഒരുമിക്കാണ്. അതിൽ 2 പേരെങ്കിലും ഒരുമയോടെ ചോദിക്കുന്ന എന്ത് കാര്യവും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് ചെയ്തു. ഇതൊക്കെ അക്ഷരം പ്രതി വിശ്വസിക്കേണ്ട വചനങ്ങളാണ്. അക്ഷരം പ്രതി എന്ന് പറഞ്ഞാൽ ലിറ്ററലായിട്ട് അതിന് വേറെ അതങ്ങനെ വിശ്വസിക്കണം. വിശ്വസിക്കുമ്പോൾ അത് സംഭവിക്കും. ഞാൻ ഒരു കാലത്ത് ഞാനും എൻ്റെ ഭാര്യയും കൂടി ഇരുന്നിട്ട് കർത്താവിനെ ഒരു കടലാസിൽ എഴുതി ഈ പറയുന്ന വചനം അനുസരിച്ച് താഴെ പറയുന്ന കാര്യങ്ങളെല്ലാം അവൻ ചെയ്തത്. ആദ്യം തന്നെ 25 ലക്ഷം രൂപയുടെ കടബാധ്യത ഉടനെ. സാരമൊന്നുമല്ല, വണ്ടി 25 ലക്ഷം. ഞങ്ങൾക്കൊരു വീടില്ല, ഞങ്ങൾക്കൊരു വീട് വേണം. ഇങ്ങനെ കുറെ കാര്യം. എന്തിനു പറയുന്നത്? 10 മാസത്തിനകത്ത് ഇതൊക്കെ നടക്കുകയാണ്. ഇപ്പൊ കടബാധ്യതക്കാർക്ക് ഭയങ്കര പോയിന്റായിട്ട് ഇതാണ് ചെയ്യുന്നത്. വീട് മൈസൂരിൽ ഞാനപ്പോ ജോലി സംബന്ധമായിട്ട് ചെല്ലേണ്ടി വന്നു. അവിടെ ചെല്ലുമ്പോഴും നമ്മുടെ അവിടുത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പുകാരുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ പ്രാർത്ഥനാ ഗ്രൂപ്പിന്റെ ലീഡർ വന്നിട്ട് പറയാണ്, ബ്രദറെ എൻ്റെ അയൽവക്കത്ത് ഒരു വീട് വിൽക്കാനിട്ട്. ഞാൻ അവിടെ കയറി ചെന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇത് ബ്രദറിന് വേണ്ടിയുള്ള വീടാണ്. എനിക്ക് അങ്ങനെ ആരോ പറയണമായി തോന്നി. ഞാൻ ഉടനെ കച്ചവടമാക്കി, അഡ്വാൻസ് കൊടുത്തു, ബാങ്കിൽ പോയി ലോൺ സാങ്ഷൻ ആക്കി, കുറച്ച് പൈസ ഞാൻ അടച്ചു. അതാ താക്കോൽ വീട് കച്ചവടമാക്കി കൊടുത്തു. എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ ഭാര്യ പ്രാർത്ഥിച്ചപ്പോ ഒരു പ്രശ്നത്തിനായി. എനിക്ക് വീട് വേണമെന്നൊന്നും ആഗ്രഹം ഉണ്ടായില്ല. നമുക്കെന്തിനാ വീട്? നമ്മളിങ്ങനെ കറങ്ങി നടന്ന് സുവിശേഷം പ്രഘോഷിക്കാം. നമുക്ക് വല്ലയിടത്തും ചെറിയ ഫ്ലാറ്റ് പോലെ. ഭാര്യ പറഞ്ഞു, മനുഷ്യന്മാരുടെ വായ അടയ്ക്കാൻ ഇത്ര നാളായിട്ട് നിനക്കൊരു വീടുണ്ടായി വേണമെന്ന് ചോദിക്കുമ്പോൾ അവരുടെ വായ അടയ്ക്കാൻ എന്താ ശരി, മനുഷ്യന്മാരുടെ വായ അടയ്ക്കാൻ വേണ്ടി ഒരു വീട് ഇങ്ങനെ എഴുതി. എന്ന പോലെ തന്നെ ആ വീട്ടിൽ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിട്ടൊന്നുമില്ല. എൻ്റെ ഭാര്യ വീട് കണ്ടിട്ടുമില്ല. എന്തിനാ? മനുഷ്യന്മാരെ വീടുണ്ടോ? പിന്നെ ഞങ്ങൾക്ക് മൈസൂർക്ക് വന്ന വീടുണ്ട്. അപ്പൊ അത് വാടകയ്ക്ക് കൊടുത്ത് ആ വാടക കാശ് അതിനകത്ത് ഇട്ടുകൊണ്ടിരുന്ന് അങ്ങനെ മോളുടെ കല്യാണം വന്നപ്പോൾ ആ വീട് വിറ്റ് കല്യാണം നടത്തി. അപ്പൊ ഞാൻ പറയണത് ഇതുപോലെ സംഭവിക്കും. എന്ത് സംഭവിക്കും? 2 പേർ ഇപ്പൊ നമ്മളെ വീട്ടുകാരുടെ വരുമ്പോൾ ഇപ്പൊ നോക്കണില്ല, അത് നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ നോക്കിയാൽ മതി. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ നമ്മൾ 4-5 പേരുണ്ടെങ്കിൽ അതിൽ ഒരാളെ അതിൽ നടുക്കിയിരുത്തുന്നു. ബാക്കിയുള്ളവര് ആ ഒരാളിലുള്ള വരദാനങ്ങളെ പുറത്തു വരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതാണ് നടക്കില്ലയോ? നടക്കില്ലയോ? ഈശോ പറഞ്ഞു, നിങ്ങൾ വലിയ 33 പ്രാവശ്യം പ്രാർത്ഥിക്കൊന്നും വേണ്ട. എന്ത് വേണം? മകൻ അപ്പൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കോ? ഇത് വരദാനങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ക്ലാസ്സാണ്.
അതുപോലെ പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ മക്കളാണ്, നമുക്കിതെല്ലാം ദൈവം തന്നിട്ടുള്ളതാണ്. മുട്ടുവിൽ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും. എന്താണ് നമ്മൾ എവിടെയുണ്ട്? നമ്മൾ ചില സമയത്ത് കണ്ണാടി അന്വേഷിച്ചു നടക്കില്ലേ? കണ്ണാടി അന്വേഷിച്ചിട്ട് കണ്ണാടി കാണുന്നില്ല. അപ്പൊ കൊച്ചു മുമ്പരെയാണ്. അപ്പൊ കണ്ണാടി ഇതാണ് നമ്മുടെ അവസ്ഥ. ഇല്ല, ഇത് നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല, എനിക്ക് സംഭവിച്ചിട്ടില്ല. കണ്ണാടി അന്വേഷിച്ച് നടന്ന് മുഴുവൻ നോക്കണം. അവസാനമാണ് മനസ്സിലായി കണ്ണാടി കണ്ണിൽ തന്നെയുണ്ട്. ഇതുപോലെയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും. വേറെ പുറത്തല്ല അന്വേഷിക്കേണ്ടത്, നമ്മുടെ ഉള്ളിൽ തന്നെ ഈ എല്ലാ വരദാനങ്ങളും ഉണ്ട്. അത് കണ്ടെത്തണം. മുട്ടുവിൻ തുറക്കപ്പെടും, ചോദിപ്പിൻ ധനപ്പെടും. എന്തിനാണിത്? ഇപ്പം ഒരാശാരിയെ വിളിച്ചു, ഒരു ടേബിൾ ഉണ്ടാക്കുന്ന സാധനം ഉണ്ടാക്കാലോ എന്ന് പറഞ്ഞ് അങ്ങനെ പോക്കറ്റിൽ കൈയിട്ട് വന്നാൽ ടേബിൾ ഉണ്ടാക്കാൻ പറ്റുമോ? അയാളുടെ കയ്യിൽ എന്ത് വേണം? ടൂൾസ്, ഉപകരണം വേണം. നമ്മളെല്ലാം ദൈവവേലയ്ക്ക് വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ ഉപകരണമില്ലാണ്ട് വേല ചെയ്യാൻ പറ്റുമോ? ഉപകരണമില്ലാണ്ട് വേല ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതാണ് മത്തായിയിലും ലൂക്കയിലും ഈശോ അപ്പസ്തോലന്മാരെ അയക്കുകയാണ്. വെറുതെയോടെ അയക്കുന്നത്. വിളിച്ചു, ഉപകരണങ്ങൾ കൈമാറുകയാണ്. അവർക്ക് സകല അധികാരങ്ങളും കൊടുത്തു. എന്തിന്? പിശാചുക്കളെ പരിഷ്കരിക്കാൻ, രോഗികളെ സുഖപ്പെടുത്താൻ, മരിച്ചവരെ ഉയർപ്പിക്കാൻ. ഈ മത്തായിയിലാണ്. മത്തായി 10-ാം മത്തായി 10:7 മത്തായി 10:7 വായിച്ചു പോലെ. മത്തായി 10:7 പറയുകയാണ്, അവൻ അവരെ അയച്ചു, സുവിശേഷം പ്രഘോഷിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറയാണ് heal the sick. എല്ലാവരും നേരത്തെ പറഞ്ഞ ഒരു മുദ്രാവാക്യം പോലെ heal the sick, raise the dead, cleanse the leper, cast out demons. ആദ്യം തന്നെ അവർക്ക് കൊടുത്തത് നിസാരമായിട്ടുള്ള കാര്യമല്ല. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും നിങ്ങൾ വിശ്വസിക്കുന്നോ? മരിച്ചവരെ ഉയർപ്പിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? അതാണ് എന്തുകൊണ്ടാണ് സുവിശേഷ വേല നടക്കാത്തത്? ഇപ്പൊ ഇത്രയും ധ്യാനകേന്ദ്രങ്ങളുണ്ട് കേരളത്തിൽ. 100-ലധികം 150ഓളം ധ്യാനകേന്ദ്രങ്ങളുണ്ട്. എവിടെയെങ്കിലും ഒരു മനുഷ്യനെ ഉയർപ്പിച്ചതായിട്ടുണ്ടോ? പിന്നെ ഈ വചനത്തിലേക്ക് കർത്താവ് ഈ വചനത്തിലേക്ക് ഇത് വെട്ടിമാറ്റി. ഇതുപോലെ വേറെ ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇത്തരം ധ്യാനകേന്ദ്രങ്ങളുള്ള ഒരു രാജ്യം? എന്നിട്ട് ഈ വചനം എന്തുകൊണ്ട് പൂർത്തിയാകുന്നില്ല? നമ്മൾ വിശ്വസിക്കണം. നമ്മൾ വിശ്വസിക്കണം. ഉയർപ്പിൽ വിശ്വാസം വേണം. അത് ഈ അടുത്ത ക്ലാസ് നമുക്ക് നോക്കാം. അപ്പോ നമ്മൾ ഇനിയും പൂർത്തിയാകാത്ത സുവിശേഷമാണ്. ആദിമസഭയിൽ ഇവൻ പല വിശുദ്ധന്മാരും ഈ മരിച്ചവരെ ഉയർപ്പിച്ചിരുന്നു. അപ്പൊ ഇന്ന് അങ്ങനെ 1-2 നടക്കുമ്പോ എന്തായിരിക്കും അവസ്ഥ? മനസ്സിലായോ? ലോക സുവിശേഷവൽക്കരണം നടക്കണമെങ്കിൽ ചിലർ ലോകാവസാനം യുദ്ധം വന്ന് ലോകാവസാനം. ഞാൻ പറഞ്ഞു, എന്നിട്ട് എൻ്റെ അടുത്താണ് ആൾക്കാരെല്ലാം ബ്രദർ എന്താ പറയണേ? ഞാൻ പറയണല്ല, കർത്താവിശ്വമിശ എന്താ പറഞ്ഞേക്കണേ? കർത്താവിശ്വമിശ പറഞ്ഞേക്കണത് മത്തായി 24:14 രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും. അതിനുശേഷം അന്ത്യമാകുന്നതാണ്. വെറും പ്രസംഗിക്കപ്പെടുന്നല്ലോ, വേറെ എന്തുകൊണ്ടല്ല, എല്ലാവരുടെയും സാക്ഷ്യത്തിനായിട്ട്. അതായത് എല്ലാവരും, അതായത് ഈ കോടാനുകോടി ഹിന്ദുക്കളും മുസ്ലിമുകളും ബുദ്ധിസ്റ്റും എത്തിസ്റ്റും ഇവരെല്ലാം
കള്ളൻ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടാണോ പറഞ്ഞത്? കള്ളനെ പോലെയാണ്. അതുകൊണ്ട് നീ ജാഗരൂകതയോടെ ഇരിക്കുന്നു. കള്ളനെ പോലെ വരുമെന്ന് പറയുന്നത് ഈശോ കള്ളനായതുകൊണ്ടാണോ? അല്ല, കള്ളൻ മുൻകൂട്ടി ഒരു പ്രവചനം നടത്തിയിട്ടല്ല വരുന്നത്. അതായത് എന്റെ വീണ്ടും വരവിനെ കുറിച്ച് ഒരു പ്രവചനവും ഉണ്ടാവില്ല. എന്നാൽ അതിന്റെ സൂചനകളും അതിന്റെ ആന്തരിക അർത്ഥങ്ങളും ഒക്കെ കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. സങ്കീർത്തനങ്ങളിൽ ഒരു സങ്കീർത്തനം ഞാൻ പാടാൻ പോവാണ്. ഞാൻ പാടാം കേട്ടോ, എന്നിട്ട് നീ പാടിയാ മതി. ഇതെനിക്ക് ഇഷ്ടമുള്ള ഒരു വരിയാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ പാടും. രാജകുമാരി രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു, വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു. രാജകുമാരി സ്വർണ്ണക്കശ ഉടയാട ചാർത്തി അന്തഃപുരത്തിൽ ഇരിക്കുന്നു, വർണ്ണശബളമായ അങ്കിയണിയിച്ചവളെ രാജസന്നിധിയിലേക്ക് ആനയിക്കുന്നു, കന്യകമാരായ തോഴിമാർ അവൾക്ക് അകമ്പടി സേവിക്കുന്നു. രാജകൊട്ടാരത്തിൽ പ്രവേശിക്കുന്നു. 45-ാം സങ്കീർത്തനത്തിൽ കർത്താവിന്റെ വീണ്ടും വരവ് ഇങ്ങനെയാണ്. ആരാണ് ഈ രാജകുമാരി? നമ്മളെല്ലാവരും ആകുന്ന സഭ അണിഞ്ഞൊരുങ്ങി വലിയ സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. നമ്മള് ഉദയകരമായി പേടിക്കേണ്ട കാര്യമല്ല. അപ്പോ ഈ ദർശനങ്ങളും ഇതെല്ലാം കിട്ടുമ്പോ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഈ ദൈവരാജ്യം ലോകം മുഴുവൻ പ്രസരിക്കണം എന്നുള്ള അടിസ്ഥാനപരമായ ഒരു തത്വമുണ്ടായി. എല്ലാ മനുഷ്യരും വീണ്ടും ഞാൻ സകല മനുഷ്യരും, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഭീകരവാദികളും എല്ലാം ഈശോയുടെ ശരീരത്തിൽ ഉണ്ട് എന്ന് വിശ്വസിക്കണം. ഞാൻ അതോടൊപ്പം പറയാണ്, ഏറ്റവും അത്ഭുതങ്ങൾ ഞാൻ സുവിശേഷ വേല നടന്നിട്ടുള്ളത് അതിനു മുൻപ് ഈ ഒരു വചനം വരും. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്കായി വേറെ ഒരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുനാമമല്ലാതെ. ഇപ്പൊ തന്നെ അവരുടെ സൗഖ്യം. ഇപ്പൊ ഒരാളുടെ കഴുത്തിന് പെടലിക്കുള്ള വേദന മാറുന്നു. ഈ വചനം പറഞ്ഞത് ആരാണത്? ഇപ്പൊ ഒരാളുടെ പെടലിക്കുള്ള വേദന മാറുന്നു. ആരാണത്? പെടലിക്ക് വേദന ഉണ്ടായിരുന്ന ഒരാളെ സൗഖ്യം. ഒന്നുകൂടെ വരെ ഒരു വരം ഞാനുണ്ടോ? ഒന്നുകൂടെ. ഇതാണ് ഈ സൗഖ്യവും അത്ഭുത രോഗശാന്തിക്ക് ആവശ്യമായ ഒരു പ്രഘോഷണം. അതായത് യേശു ക്രിസ്തു എല്ലാവരുടെയും രക്ഷകനാണെന്നുള്ള വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ എന്റെ കയ്യിലേക്ക് ഇങ്ങനെ അഭിഷേകം കയറി വരുന്നുണ്ടായിരുന്നു. ഏകദേശം 2005 തൊട്ട് കഴുത്തിടറി എനിക്ക് കഴുത്തുവേദനയായിരുന്നു. അപ്പൊ ഞാനിങ്ങനെ കഴുത്തിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മസാജ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ആ വേദന ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തിരുന്നത്. ഇത് വന്നപ്പോൾ തന്നെ ചോദിക്കണമെന്ന് ഓർക്കൊണ്ടിരുന്നാൽ തന്നെ ഈ വചനം പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇപ്പോഴും വലിയ വിശ്വാസമായിരുന്നു എനിക്കതിൽ കർത്താവ് മാറ്റി തരുമെന്നു. എന്റെ കഴുത്തുവേദന എനിക്ക് കുറേ നാളുകളായിട്ടുള്ള ഒരു വർഷം തിരിയില്ല. അതിലേക്ക് നോക്കുന്നത് ഇത്രങ്ങൾ കൊണ്ടുവരും. ഇത് ഞാൻ പല കട്ടിയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ട്
എനിക്ക് എന്ത് ചെയ്താൽ ഈ തിരിയാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് ഈ 11 പറഞ്ഞ സമയത്തുണ്ട് എൻ്റെ കഴുത്ത് പെട്ടെന്ന് അങ്ങനെ തിരിയാണ്. ശരിക്കും ബാക്കിലേക്ക് നോക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അങ്ങോട്ട് വന്നു. എന്റെയും കഴുത്തിന്റെ ഈ ഷോളും തിരിക്കത്തില്ല. പിന്നെ നല്ല വേദന. ഇപ്പൊ അച്ഛൻ ബ്രദർ ആകാശത്തിന് കീഴിൽ മനുഷ്യരെ രക്ഷിക്കായി യേശുവിന്റെ നാമത്തിൽ കാര്യം വന്നപ്പോ ഒരു ശക്തമായ വേദന കഴുത്തിലേക്ക് വന്നു. ഒരു പ്രത്യേക അനുഭവം കൊണ്ട് തന്നു. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് കുറെ സമയം ഇരിക്കുമ്പോൾ തുറന്ന് വരും. അപ്പൊ ഞാൻ എത്ര സമയം ഇരിക്കുമ്പോ എനിക്ക് മര്യാദയ്ക്ക് ഇരിക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച് വചനം ചോദിച്ചപ്പോ തന്നെ വേദന മാറി. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഞാൻ പറഞ്ഞില്ലേ, അഭിഷേകത്തോടെ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ പ്രകടമായ അനുഭവം കർത്താവ് കൊടുക്കും. ഇപ്പൊ നമ്മുടെ രോഗശാന്തിക്കൊന്നും പ്രാർത്ഥിച്ചില്ലല്ലോ. അപ്പൊ എന്താണിത്? മർക്കോസിന്റെ സുവിശേഷം 16:20 അവർ ലോകമെല്ലാം പോയി സുവിശേഷം പ്രഘോഷിച്ചപ്പോൾ കർത്താവ് അവരോടൊപ്പം ഉണ്ടായിരുന്നു, അവരോടൊപ്പം പ്രവർത്തിക്കുന്നു. അവരുടെ സന്ദേശത്തെ സ്ഥിരീകരിക്കുന്നതിന് അവൻ അടയാളങ്ങൾ കൊടുത്തു. ഇതാണ് ഈ സൗഖ്യത്തിന്റെ ആവശ്യം. അപ്പോ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളിലുള്ള വരദാനങ്ങളെല്ലാം പ്രവർത്തികമാകുന്നതിന് ഈ ഒരു തത്വം, അതായത് യേശു ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ല. യേശു ക്രിസ്തു സകല മനുഷ്യരുടെയും രക്ഷകനാണ്. ഈ ഒരു തത്വം നമ്മൾ ഉൾക്കൊള്ളണം. പക്ഷെ ഇതിന് മദ്യം തോന്നും, ഇനി നമുക്ക് വെള്ളത്തിലേക്ക് അങ്ങ് ചാടാം. അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മളിപ്പോ ഗ്രൂപ്പ് കൂടെ ഉണ്ടാകും. ടോട്ടൽ എന്തോരം പേരുണ്ട് ഇപ്പൊ? 120. ഓക്കെ. അപ്പൊ നമുക്ക് 20 ഗ്രൂപ്പ് ഉണ്ടാക്കാം. 20. ഓക്കെ, 20 ഗ്രൂപ്പ്. എന്നിട്ട് ഞാൻ ആ നമ്പർ വിളിച്ചിട്ട് നിങ്ങൾ ആ 20 ഗ്രൂപ്പ്, അപ്പൊ 1 മുതൽ 20 വരെ നിങ്ങൾ എണ്ണല്ലേ. 1 മുതൽ 20 വരെ 2 ഗ്രൂപ്പുകാരെ വേണ്ടിക്കോളൂ. ഒന്ന് ഇവിടെ നിന്ന് ഒരു മിനിറ്റ് നിങ്ങൾ മാനേജ് ചെയ്തോളൂല്ലേ. ഇവിടെ നിങ്ങൾ മാനേജ് ചെയ്യണം. 1 മുതൽ 20 വരെ എണ്ണം. ഓരോരുത്തരുടെ നമ്പർ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. ഓക്കെ, സ്റ്റാർട്ട്. നിങ്ങൾ 20 വരെ എണ്ണിക്കോ. 1 മുതൽ 20 വരെ എണ്ണിക്കോ. നിങ്ങൾ 1 മുതൽ 20 വരെ എണ്ണിക്കോ. എഴുതിയല്ലോ. ഇനി നമ്പർ 1 മാത്രം എഴുന്നേറ്റ് നിൽക്കുക. നമ്പർ 1. ഓക്കെ, ഗ്രൂപ്പ് നമ്പർ 1. എത്ര പേരുണ്ട്? 6 പേരിൽ. ഈ ഗ്രൂപ്പ് നമ്പർ 1 ഇവിടെ വരിക.
ഇവിടെ വരിക. നിങ്ങളുടെ കസേരയെ എടുത്തുകൊണ്ട് ഇവിടെ വരിക. Take up your mat and come here. Okay. Group number 2 is the group number 2 ഈ വശത്ത് വരും. ഈ വശത്ത് group number 2. Group number 2. വേഗം വേഗം ചെയ്യണമോ? Group number 2. ഇതിന്റെ മാറ്റിവെക്കാം. മാറ്റാം. Group number 3 ഏറ്റവും ബാക്കിലേക്ക്. Group number 3 ഏറ്റവും ബാക്കിൽ പോവാം. Group number 3 ഏറ്റവും ബാക്കിലേക്ക് ലെഫ്റ്റ് സൈഡിൽ പോകണം. Group number 3 നിങ്ങളതിന്റെ വട്ടം വെച്ചിരിക്കുന്നതോ അവിടെ വട്ടം വെച്ചിരിക്കുന്നതോ ഈ മേശകൾ മാറ്റി വെച്ചിട്ട് ഈ ലൈറ്റുകൾ നീക്കി വെച്ചിട്ട് Group number 4 റൈറ്റ് സൈഡിൽ എക്സ്ട്രീം. Group number 4 റൈറ്റ് സൈഡിൽ എക്സ്ട്രീം. Group number 4. Group number 5 ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മുമ്പിലായിട്ട്. Group number 5 ഈ ഫാനിന്റെ താഴെ.